ശരാശരി ഒരു പഞ്ചായത്തിൽ 5 പേർ വെച്ച് കണക്കാക്കിയാൽ പോലും 5000-ഓളം തൊഴിലുറപ്പ് തൊഴിലാളികളുണ്ട് കേരളത്തിൽ. ഒരു 18 വർഷത്തിലധികമായി ജോലി ചെയ്യുന്നവരാണ് മഹാഭൂരിപക്ഷം ആളുകളും. പലരും ഏജ് ഓവർ ആയിട്ടുണ്ട്. 30 വയസ്സിലൊക്കെ ജോലി കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും 40-48 വയസ്സൊക്കെ കഴിഞ്ഞവരാണ്. മാത്രമല്ല 31 അല്ല, പലരും 35 വയസ്സിലൊക്കെ ജോലി കിട്ടിയവരാണ്. എഞ്ചിനീയർമാരുണ്ട്, ഓവർസിയർമാരുണ്ട്, സൂപ്പർവൈസർമാരുണ്ട്, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർമാരുണ്ട്, പിന്നെ അക്കൗണ്ടൻ്റ് ഉണ്ട്. ഇങ്ങനെ പല ടൈപ്പിൽ ആളുകളുണ്ട്. 10,000-ഓളം പേരുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ റാംജിറാവ് സ്പീക്കിംഗ് എന്ന് പറഞ്ഞുള്ള പുതിയ സ്കീം വന്നതിന് ശേഷം പിന്നെ അതായത് തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരുമൊക്കെ മാറ്റി പുതിയ പദ്ധതി വന്നതിന് ശേഷം 60-40 എന്നുള്ളൊരു സ്കെയിലിലേക്ക് മാറിയിട്ടുണ്ട്. 60-40 എന്ന് പറഞ്ഞാൽ റേഷ്യോ ആണ്. 60% തുക കേന്ദ്ര ഗവൺമെൻറ് തരും, 40% തുക സംസ്ഥാനം കണ്ടെത്തണം. വലിയ തുകയാണ് സംസ്ഥാനം ഇതിനു വേണ്ടി കണ്ടെത്തേണ്ടി വരിക. അതൊരു വലിയ പ്രതിസന്ധിയായിട്ട് വരും. രണ്ടാമത്, കഴിഞ്ഞ വർഷത്തെ ഈ സ്പിൽ ഓവർ വർക്കുകളാണ് കൂടുതൽ ഇപ്പോൾ ചെയ്തു വരുന്നത്. ഈ വർഷത്തേക്കുള്ള വർക്കുകൾ കയറ്റുന്നതിന് സോഫ്റ്റ്വെയറിൽ ചില പ്രശ്നങ്ങളുണ്ടായി. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തൊഴിലുറപ്പിൻ്റെ സോഫ്റ്റ്വെയറിൽ, വെബ്സൈറ്റിലും സോഫ്റ്റ്വെയറിലും ഇത് അപ്ലോഡ് ചെയ്യുന്നതിന് ജീവനക്കാർക്ക് കഴിഞ്ഞിട്ടില്ല എന്നൊരു വാദമാണ് വരുന്നത്. അങ്ങനെ അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയ ഒരു പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്. അതുപോലെ തന്നെ ഈ 5000-ഓളം വരുന്ന ആളുകൾക്ക് 10% തുക ഇപ്പോൾ കൂട്ടിക്കൊടുത്തു, ശമ്പളം കൂട്ടിക്കൊടുത്തു 10%. അത് കുറേ കൂടി വലിയ പാക്കേജാണ് ഗവൺമെൻറ്റിലേക്ക് പോയത്. പക്ഷേ 10% ഗവൺമെൻറ് കൂട്ടിക്കൊടുത്തോളൂ. അതുപോലെ തന്നെ വളരെ വലിയ രീതിയിലാണ് അവർ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് പുതിയ സാമ്പത്തിക വർഷത്തിലുള്ള എസ്റ്റിമേറ്റെല്ലാം തയ്യാറാക്കാൻ യുക്തധാര പ്ലാനിംഗ് പ്ലാറ്റ്ഫോം വഴി മാത്രം സാധിക്കുള്ളൂ. എന്നാൽ ഇത് പ്രകാരം ചെയ്ത പ്രവർത്തനം മിക്കതും MIAS-ൽ കയറി വന്നിട്ടുമില്ല. അപ്പോൾ MIAS-ൽ കയറി വന്നാൽ മാത്രമേ അവർക്കിത് ചെയ്യാൻ പറ്റുള്ളൂ, വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിലവിലെ തൊഴിൽ നൽകാനാവാത്ത സാഹചര്യമാണ്. ഈ പറയുന്ന സാഹചര്യത്തെ തങ്ങളുടെ അനാസ്ഥയായി ജീവനക്കാരുടെ മണ്ടയിൽ വരുമോ എന്നുള്ളൊരു പേടി ജീവനക്കാരുണ്ട്. ഇരട്ട ദുരന്തമാണ് ജീവനക്കാരനെ കാത്തിരിക്കുന്നത്. മാത്രമല്ല, മറ്റൊരു ന്യൂസ് കൂടി വന്നിട്ടുണ്ട്. അവർക്ക് ഉയർന്ന ശമ്പളം കേന്ദ്ര സർക്കാർ പുതുക്കിയ കൂലി നിശ്ചയിച്ചില്ല എന്നുള്ളതും വലിയൊരു പ്രശ്നമാണ്. തൊഴിലാളികളും ശമ്പള സ്ഥാപനങ്ങളും ആശയക്കുഴപ്പത്തിലാണ്. അവർ പറഞ്ഞെങ്കിലും അത് സംസ്ഥാനത്ത് ചെയ്തിട്ടില്ല രാജ്യത്ത് എന്നുള്ളതാണ്. അതുപോലെ സംസ്ഥാനത്ത് തൊഴിൽ ദിനങ്ങൾ കുറഞ്ഞു വരുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ശരാശരി 10 കോടി തൊഴിൽ ദിനങ്ങൾ വരെ സൃഷ്ടിച്ചിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് 7.5 കോടിയിലേക്ക് പോയി. തൊഴിൽ ദിനങ്ങൾ കുറയുന്നു. അതുപോലെ തന്നെ തൊഴിലാളികൾക്ക് ആവശ്യമായ കൂലി കേന്ദ്ര സർക്കാർ നിശ്ചയിച്ച് വർദ്ധിച്ച കൂലി ഈ വർഷത്തെ പുതിയ സാമ്പത്തിക വർഷത്തെ വർദ്ധിച്ച കൂലി നിശ്ചയിച്ച് നൽകിയില്ല എന്ന് പറയുന്നു. നിരക്കുകൾ മാർച്ച് അവസാനം പ്രഖ്യാപിക്കുന്നത് പതിവായിരുന്നു. എന്നാൽ ഇത്തവണ അതുണ്ടായില്ല. ഇത് തൊഴിലാളികളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും വലിയ ആശയക്കുഴപ്പമാണ്. നിലവിൽ 369 രൂപയാണ് അവിദഗ്ധ തൊഴിലാളികളുടെ ദിവസവേതനം. തൊഴിലുറപ്പിൽ പുതിയ പദ്ധതിയായ വിബിജി റാംജി വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ എംപ്ലോയ്മെൻറ്റ് ആൻഡ് അവീജിക മിഷൻ എന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യർ റാംജിറാവ് സ്പീക്കിംഗ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. അല്ല, ഇത് നാളെയൊക്കെ മനസ്സിലാവുന്ന ഭാഷയൊന്നുമല്ല. ഗ്രാമീൺ എന്ന വരുന്നതിൻ്റെ ഭാഗമാണ് കൂലി കൂട്ടാത്തതെന്ന് അറിയുന്നു. എന്നാൽ പുതിയ പദ്ധതി എന്ന് മുതൽ ഏതൊക്കെ പഞ്ചായത്തുകൾ എന്ന് കേന്ദ്ര സർക്കാർ ഇതുവരെ വിജ്ഞാപനം ചെയ്തിട്ടില്ല. ഇനി എല്ലാ പഞ്ചായത്തിലുണ്ടോ, കുറച്ച് പഞ്ചായത്തിലുണ്ടോ, എത്ര തുകയാണോ, ഒന്നും വിജ്ഞാപനം ചെയ്തിട്ടില്ല. ഈ സാമ്പത്തിക വർഷം ഏപ്രിലേക്ക് കേരളത്തിൽ 50 ലക്ഷം തൊഴിൽ ദിനങ്ങൾ കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. 1-ാം തീയതി തന്നെ പല പഞ്ചായത്തിലും പണി തുടങ്ങുകയും ചെയ്തു. ഗ്രാമീണ ജനവിഭാഗങ്ങൾ വരുമാനവും തൊഴിൽ ലഭിക്കുന്നതിന് വേണ്ടിയാണ് തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചത്. അടുത്ത കാലത്തായി ദീർഘകാല ആസ്തികൾ സൃഷ്ടിക്കുന്നതിന് പദ്ധതിയിൽ മുൻതൂക്കം നൽകിയിട്ടുണ്ട്. ഈ കാരണം പ്രായമേറിയവർ ഉൾപ്പെടെ നിരാലംബരായ ഒട്ടേറെ പേർ പദ്ധതിയിൽ നിന്ന് കൊഴിഞ്ഞു പോയിട്ടുണ്ട്. പലിസ്ഥലത്തെ ഹാജരെടുക്കാൻ നാഷണൽ മൊബൈൽ മോണിറ്ററിംഗ് സിസ്റ്റം വന്നതുകൊണ്ട് വെബ്സൈറ്റ് അധിഷ്ഠിത സാങ്കേതിക മാർഗ്ഗങ്ങൾ വന്നതോടെ സാങ്കേതിക പരിജ്ഞാനം ഇല്ലാത്തവർക്കും ജോലി അപ്രാപ്യമായി. ഒത്തിരി ആളുകൾ തൊഴിലുറപ്പൊക്കെ മതിയാക്കിയിട്ടുണ്ട്. നല്ല പ്രായം 70 വയസ്സായവരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഇതിനകത്ത് മതിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കുടുംബത്തിൻ്റെ വർഷം 100 ദിവസം തൊഴിൽ കൊടുക്കണമെന്നാണ് പദ്ധതിയെ സംബന്ധിച്ച് പറയുന്നത്. ദേശീയതലത്തിൽ നൽകിയത് ശരാശരി 43 ദിവസമേ കൊടുക്കാൻ പറ്റുള്ളൂ. 100 ദിവസം എന്ന് പറഞ്ഞിട്ട് ഒരിടത്തും കൊടുക്കാൻ പറ്റില്ല. കേരളത്തിൽ 62 ദിവസമൊക്കെയാണ് തൊഴിൽ കൊടുത്തത്. 100 ദിവസവും തൊഴിൽ കൊടുക്കാൻ പറ്റത്തൊന്നുമില്ല. അങ്ങനെ ഒരു സംവിധാനം അല്ലത്. 25-20 സാമ്പത്തിക വർഷം സംസ്ഥാനത്ത് 68 ദിവസം ദിനങ്ങളായിരുന്നു കൊടുത്തത്. പോയ വർഷം 3320 കോടി രൂപയാണ് സംസ്ഥാനത്തെ പദ്ധതി ചെലവ്. 24-25 4011 കോടി രൂപ ചിലവഴിച്ചിട്ടുണ്ട്. 5 വർഷം മുമ്പ് ദേശീയതലത്തിൽ 300-350 കോടിയോളം തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിച്ചിരുന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷം 220 കോടിയായി. പദ്ധതിയിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന കടുത്ത നിയന്ത്രണങ്ങളും വെബ് അധിഷ്ഠിത സാങ്കേതിക സംവിധാനങ്ങളുമാണ് ഈ തൊഴിൽ ഇടിവിന് കാരണം. ഒരുപാട് തൊഴിലിടിഞ്ഞിട്ടുണ്ട്. ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്ന പ്രശ്നങ്ങളുണ്ട്. 60-40 പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ ചക്ക കുഴയും പോലെ കുഴഞ്ഞിരിക്കുകയാണ് തൊഴിലുറപ്പ്. ഇതിനിടയിലാണ് 5000-ഓളം വരുന്ന ജീവനക്കാർ അവരുടെ സേവന വേതന വ്യവസ്ഥകൾ വലിയ പ്രശ്നമാണ്.
പലരെയും പിരിച്ചുവിടുമോ എന്നുള്ള ഭീഷണിയുണ്ട്. കൂനിന്മേൽ കുരുപോലെ UDF ഗവൺമെൻറ്റാണ് വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ട് 10 വർഷമായി LDFിൻ്റെ പാർട്ടി ഓഫീസിൽ നിന്ന് കത്തൊക്കെ കൊടുത്ത് മാന്യമായിട്ടൊക്കെ കയറിയിരിക്കുന്ന പല സഹാക്കളും ചിലപ്പോൾ പുറത്തു പോകേണ്ടി വരും. UDF അവരുടെ ആളുകളെ കൊണ്ടുവയ്ക്കാൻ ശ്രമിക്കും. സ്വാഭാവികമാണത്. തീർച്ചയായിട്ടും കരാർ ജോലിയിൽ അങ്ങനെ PSCയിലൊന്നും പറ്റില്ല, എംപ്ലോയ്മെൻറ്റിലും പറ്റില്ല. ഇതുപോലത്തെ കരാർ ജോലികളായിരിക്കും കൂടുതലും പാർട്ടിക്കാരെയൊക്കെ തിരികെ കയറ്റി വയ്ക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് വയ്ക്കും. അങ്ങനെ വരുമ്പോഴും കുറച്ച് പേർക്ക് ജോലി പോകും. അപ്പോൾ അവർക്ക് ESA ആനുകൂല്യവും അതുപോലെ EPFും മറ്റ് പെൻഷൻ ആനുകൂല്യവും പെൻഷൻ പറ്റിയ ഒരു തുക കിട്ടുന്ന ആനുകൂല്യത്തെക്കുറിച്ചൊക്കെ വലിയ തർക്കവും വലിയ ഡിമാൻഡുകളൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഒന്നും നടക്കുന്നില്ല. അവർക്ക് ജോലി പോലും അസ്ഥിരമാകുന്നൊരു സ്ഥിതിയിലേക്കാകുമോ കാര്യങ്ങൾ എന്നുള്ളതാണ്. ഈ പദ്ധതി തീരുന്നത് വരെയെങ്കിലും നിലവിലുള്ള എല്ലാവരെയും സ്ഥിരപ്പെടുത്തണം, ആ പദ്ധതി തീരുന്നവരെ സ്ഥിരമായി നിലനിർത്തണം എന്ന് പറയുന്നത് പോലും നടന്നിട്ടില്ല. ഇനി എന്തൊക്കെ നടക്കുമെന്ന് പുതിയ റാംജി റാവു സ്പീക്കിങ്ങിൻ്റെ പുതിയ ഉത്തരവ് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും.